ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചാണ് നോക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. ആദ്യം തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞാൽ നിർബന്ധമായും ഈ ഫോർ വെദർ ചേർക്കണം എന്നുള്ളത് ഓർത്തിരിക്കണം എപ്പോഴും. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞാൽ നിർബന്ധമായും ഈഫ് ഓർ വെദർ എന്ന് ചേർക്കണം എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ യു റെക്കമെൻഡ് മീ, ഷീ സെഡ് ടു ദ മാൻ. അതായത് അവൾ അവനോട് പറഞ്ഞു. എന്ത്? ക്യാൻ യു റെക്കമെൻഡ് മീ, നിങ്ങൾക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ആരാ പറയുന്നത്? അവളാണ് അവനോട് പറഞ്ഞത്. ക്യാൻ യു റെക്കമെൻഡ് മീ, നിങ്ങൾക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുമോ? ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരാൻ നോക്കാം. ഈ സെഡ് ടു എന്നത് ആസ്ക്ഡ് എന്നായി മാറും. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആസ്ക്ഡ് പ്ലസ് ഈ ഫോർ വെദർ ആണ് വരിക. അപ്പോൾ എന്ത് ചെയ്യും? ഷീ സെഡ് ടു എന്നത് എന്താവും? ഷീ ആസ്ക്ഡ് എന്നായി മാറും. അപ്പോൾ ഷീ ആസ്ക്ഡ് ദ മാൻ ദെൻ ഈ ഫോർ വെദർ ചേർക്കുക. ഈഫ് വേണമെങ്കിലും ചേർക്കാം, വെദർ വേണമെങ്കിലും ചേർക്കാം, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അപ്പോൾ ദെൻ പിന്നെ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് എഴുതണം ആദ്യം. അപ്പോൾ ക്യാൻ യു റെക്കമെൻഡ് മീ എന്നല്ലേ മാറ്റേണ്ടത്. അപ്പോൾ അത് നമ്മൾക്ക് ഒരിക്കലും കുഡ് ഹീ എന്ന് എഴുതാൻ പറ്റില്ല. അത് ആദ്യം തന്നെ സബ്ജക്റ്റ് വരണം, എന്നിട്ടായിരിക്കണം ഓക്സിലറി വെർബ് വരേണ്ടത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ക്യാൻ യു എന്തായി മാറും? ഹീ ആയി മാറും. കാരണം എന്താണ്? നമ്മൾ അവനോടല്ലേ പറയുന്നത്. അപ്പോൾ ഹീ, ക്യാൻ ഹീ ആരാ റെക്കമെൻഡ് ചെയ്യേണ്ടത്? അവനല്ലേ റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഹീ ആണ് സബ്ജക്റ്റ്. ഹീ കുഡ് റെക്കമെൻഡ് ഹെർ, അവളെ അല്ലേ റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവളെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഹീ കുഡ് റെക്കമെൻഡ് ഹെർ. ഇങ്ങനെ വരും. ക്യാൻ യു റെക്കമെൻഡ് മീ, ഷീ സെഡ് ടു ദ മാൻ എന്ന ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഷീ ആസ്ക്ഡ് ദ മാൻ ഈഫ് ഹീ കുഡ് റെക്കമെൻഡ് ഹെർ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഷീ ആസ്ക്ഡ് ദ മാൻ വെദർ ഹീ കുഡ് റെക്കമെൻഡ് ഹെർ. ഓക്കെ, താങ്ക് യു.